എൻ്റെ കുഞ്ചാലുമൂടുള്ള വീട്, ആ വലിയ മുറ്റം, രണ്ട് സൈഡിൽ രണ്ട് വലിയ സിംഹം ഇരിപ്പുണ്ട്. ഇത് ആരാണ് ഈ രണ്ട് സിംഹം? എപ്പോഴെങ്കിലും ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി സംസാരിക്കുന്നത് ഇതുപോലെ ആരും ഇല്ലാത്തപ്പോഴേ ഉള്ളൂ സുകുമാരൻ സാറ്. സ്ഥിരം സ്ഥായിയായ ഭാവം ഗൗരവമാണ്. ചായണ്ടത് എന്നൊക്കെ പറഞ്ഞ കേട്ടാലേ. ഇന്ദ്രനാണേൽ കുറച്ചൊരു വലിയ കുട്ടി, രാജു കണ്ടില്ലേ, കൊച്ച് നിക്കറും ഒക്കെ ഇട്ട് കുസൃതി കൂട്ടൻ. ഈ ഫോട്ടോ എനിക്ക് ഒരുപാട് എൻ്റെ മനസ്സിൽ പ്രിയപ്പെട്ട ഒരു ഫോട്ടോ ആണ്. ഒരുപാട് മധുരസ്മരണകൾ എനിക്ക് തരുന്ന ഒരു ഫോട്ടോ. രാജുവിൻ്റെ മുഖം കണ്ടില്ലേ, അച്ഛൻ്റെ അതേ ഗൗരവം മുഖത്തിന്. മറ്റവൻ എൻ്റെ കൂട്ട്. നമസ്കാരം. ഇന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുമ്പിലിരിക്കുമ്പം ഒരു സെറ്റ് ഫോട്ടോഗ്രാഫ്സാണ് ഫോണിൽ വന്നിരിക്കുന്നത്. എനിക്ക് ആ ചോദ്യങ്ങൾ ഇഷ്ടപ്പെട്ടു. എപ്പോഴെടുത്തു, എന്നെടുത്തു, എന്തിനെടുത്തു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്നെ സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട കലാസ്നേഹികളായ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ ഫോട്ടോകളിപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത് എവിടെ നിന്ന് കിട്ടി ഇത്രയും ഫോട്ടോസ് ഉള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ ഫോട്ടോയ്ക്കൊക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. കാരണം ഞാനും സുഖേട്ടനും ഇന്ദ്രജിത്ത് പൃഥ്വിരാജും കൊച്ചുകുട്ടികളായിരുന്നപ്പോൾ ഉള്ള അവരുടെ ആ സമയത്തെ ചില ഫോട്ടോകളൊക്കെയാണ് കൂടുതലും വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ആദ്യത്തെ ഫോട്ടോ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം. പുറകിൽ റോസാപ്പൂ നിൽക്കുന്നു, ഇപ്പുറത്തൊരു ജാമ്പമരം നിൽക്കുന്നു, അത് നിൽക്കുന്നു, ഇത് നിൽക്കുന്നു. ഇതാണ് തിരുവനന്തപുരത്ത് ഞങ്ങൾ ഈ പറയുന്ന പോലെ കുഞ്ചാലുമൂട് എന്ന് പറയുന്ന സ്ഥലത്ത്, ആ ജംഗ്ഷനിൽ തന്നെ ഒരു വീട് തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് വാങ്ങിച്ച വീടാണ്. അത് ഒരു 10-40 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. ഒരു വലിയ വീടാണ്. പക്ഷെ അത് ഇപ്പോഴത്തെ ഈ പരിഷ്കരിച്ച കൺസ്ട്രക്ഷൻ അല്ല. മുകളിലത്തെ നില എന്നൊക്കെ പറഞ്ഞാൽ ഈ തടി കൊണ്ടുള്ള സീലിങ്ങും അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം. അത് അങ്ങനത്തെ ഒരു വീടാണ്. അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. നല്ല ചൂടൊക്കെ കുറവാണ്, നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് മക്കൾക്ക് ഓടിക്കളിക്കാനും ഒക്കെ ആയിട്ട്. ഒരുവിധപ്പെട്ട എല്ലാ മരങ്ങളും അവിടെ ഉണ്ടായിരുന്നു. 10-12 മൂട് തെങ്ങുണ്ട്. പക്ഷേ അതുകൂടാതെ തന്നെ മാവ്, പ്ലാവ്, നമ്മുടെ ഇവിടൊക്കെ ഈ കടച്ചക്കാന്ന്, ഇവിടക്കോട്ട് കടച്ചക്കെന്ന്, ഇവിടെ ചീമച്ചക്ക എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ ആ കോമ്പൗണ്ടിൽ ഇല്ലാത്ത മരങ്ങളൊന്നുമില്ല. അപ്പോൾ അതാണ് ഞാനിങ്ങനെ പറയാൻ കാര്യം. കാരണം ഈ കാലത്തെ ഫോട്ടോയൊക്കെ പലരുടെയും കയ്യിൽ കിട്ടിയെന്നറിയുമ്പോൾ വലിയ സന്തോഷം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഈ ഫോട്ടോ അന്നത്തെ തന്നെ എനിക്ക് കേരള കൗമുദിയുടെ തന്നെയാണോ എന്തോ, ഈ ഫിലിം മാഗസീൻ എന്നൊക്കെ പറഞ്ഞിട്ട് അന്നൊരു മാസികയുണ്ട്, ഇപ്പോൾ അതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെല്ലാവരും കൂടെ വന്നപ്പോൾ ഇന്ദ്രനാണേൽ കുറച്ചൊരു വലിയ കുട്ടി, രാജു കണ്ടില്ലേ, കൊച്ച് നിക്കറും ഒക്കെ ഇട്ട് കുസൃതി കൂട്ടൻ അങ്ങനെ നിൽക്കുന്നത്. അപ്പം ഈ പറഞ്ഞതുപോലെ ഞങ്ങളെല്ലാവരും കൂടെ അവിടുത്തെ വരാന്തയിലിരുന്നു. സുഖേട്ടൻ്റെ കാര്യം ഞാൻ പറയാതെ എന്നെക്കാട്ടി നന്നായിട്ട് നിങ്ങൾക്കറിയാം. അദ്ദേഹം ഫോട്ടോയ്ക്ക് വേണ്ടി ഒരു വേഷം കെട്ടലോ അതിന് വേണ്ടിയിട്ടൊരു ലൊക്കേഷൻ തിരഞ്ഞെടുക്കലോ ഇതൊന്നും അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിലുള്ള കാര്യങ്ങളല്ല. അപ്പോൾ വരും, എല്ലാവരും ഫോട്ടോ എടുക്കും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതെടുത്തു. പിന്നെ അതൊരു കാറ് കഴുകുന്ന ഒരു ഫോട്ടോ, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് മാരുതി കാറ് കഴിയുമ്പോൾ രാജു അടുത്തൊരു ബക്കറ്റിൽ വെള്ളമൊക്കെ ആയിട്ടൊക്കെ ഇരിപ്പുണ്ട്. അന്നെടുത്തൊരു ഫോട്ടോയാണ്. ഒരുപാട് ഓർമ്മകൾ. കാരണം ഇന്ദ്രജിത്ത് കുറച്ച് പൊക്കമൊക്കെ വെച്ചു, രാജുക്കുട്ടൻ കൊച്ചുകുട്ടിയാണ്. അപ്പോൾ ഈ ഫോട്ടോ കാണുമ്പോഴെല്ലാം എനിക്ക് ഈ ഇവർക്ക് സ്കൂളില്ലാത്ത സമയങ്ങളിലോ അല്ലെങ്കിൽ തന്നെ എവിടെയെങ്കിലും ഞങ്ങളൊന്ന് പോകുന്ന സമയത്തോ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് ഇരുന്നിട്ടുള്ള അല്ലെങ്കിൽ ഒന്നിച്ച് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളെക്കുറിച്ചാണ് ഓർമ്മ. അതൊന്നും ഇപ്പം ഓരോരുത്തർ അവരവരുടെ ജോലിയിൽ കൂടുതൽ വ്യാപൃതരായപ്പോൾ പിന്നെ പറ്റാറില്ല. അതൊക്കെ ഇപ്പം കുടുംബമായി അതിലേറെ അവർക്ക് തിരക്കായിപ്പോയി. കാരണം ഈ ജോലി മാറ്റി വെച്ചിട്ട് വെറുതെ ഒരു സംഭവം അത് പറ്റത്തില്ല. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കോ ഭാര്യയ്ക്കോ ഒക്കെ അവർക്ക് കൂടെ പോകാനെങ്കിലും പറ്റും. എന്നെ സംബന്ധിച്ച് യാത്രകൾ വളരെ കുറച്ച് ചെയ്യുന്ന ആളാണ് ഞാൻ. നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, ഞാനങ്ങനെ വളരെ അപൂർവമായിട്ട്, അതും ചിലപ്പോൾ കൂടുതൽ ഏതെങ്കിലും വളരെ വേണ്ടപ്പെട്ടവർ വിളിക്കുമ്പോൾ ചില പരിപാടിയുടെ ഉദ്ഘാടനമോ അല്ലെങ്കിൽ ചില ക്ഷേത്രങ്ങളിൽ എന്നല്ലാതെ എല്ലാ ഈ സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന സ്ഥലത്ത് വളരെ കുറവാണ് എൻ്റെ പ്രസൻസ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഓർമ്മ വരുന്നത് 9ൽ പഠിക്കുന്ന ഇന്ദ്രജിത്തിനെയും 6ൽ പഠിക്കുന്ന പൃഥ്വിരാജിനെയും വളരെ നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഉപദേശിച്ച് കൂടെ നിർത്തി എല്ലാം പഠിപ്പിച്ചു. കാരണം ഒരു പക്ഷേ സ്കൂൾ വിട്ടാൽ രക്ഷകർത്താക്കളുടെ പങ്കെന്ത്
എന്ന് ചോദിക്കുന്നതിൻ്റെ ആ ചോദ്യത്തിനുള്ള ഏറ്റവും വലിയ ഉത്തരം ഞാൻ സുഖേട്ടനാണെന്ന് പറയും. കാരണം സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പം എന്നും വരാൻ പറ്റത്തില്ല. സൈനിക സ്കൂളിൽ പഠിച്ചപ്പോൾ അവധിക്കാലങ്ങളിൽ പുസ്തകം വായിപ്പിക്കുക, അല്ലാതെയുള്ള ജനറൽ നോളജ് കാര്യങ്ങളെക്കുറിച്ചുള്ള സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുക, ഇങ്ങനെ ഒരു വല്ലാത്ത ട്രെയിനിങ് ആയിരുന്നു അത്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ സുഖേട്ടൻ്റെ ഒരു പത്രമാധ്യമ രംഗത്തു നിന്നുള്ള സുഹൃത്തുക്കളും കൂടിയായിരുന്നു അന്ന്. കൗമുദിയിൽ നിന്ന് വന്നിരുന്നവരൊക്കെ ഫിലിം മാഗസീനൊക്കെ എടുത്തൊരു ഫോട്ടോയാണ്. ഒരുപാട് സന്തോഷം എനിക്ക് ഈ ഫോട്ടോ കാണാൻ സാധിച്ച്. ഇതെനിക്ക് തോന്നുന്നത് എൻ്റെ ഇന്ദ്രൻ്റെ കയ്യിൽ ഇതുപോലത്തെ കുറച്ച് ഫോട്ടോസ് എനിക്ക് മുമ്പ് കിട്ടുന്നതൊക്കെ ഞാൻ അയച്ചു കൊടുക്കും. ഇന്ദ്രൻ ഇതെല്ലാം ഈ പറഞ്ഞ അവർ ലാപ്ടോപ്പിൽ സൂക്ഷിച്ച് വയ്ക്കും. അപ്പോൾ അത് ഈ ഫോട്ടോകളൊക്കെ ഒരു പക്ഷേ കണ്ടേക്കാം. എനിക്കിങ്ങനെ ഓരോന്നായിട്ടേ വരാറുള്ളൂ പലയിടത്തുനിന്നും. പക്ഷെ ചിലതൊക്കെ ഞങ്ങളുടെ ആൽബത്തിലുണ്ട്. അതിൽ ചിലതൊന്നും ഇവിടെ വരാറില്ല. പക്ഷേ ഇതിൽ വന്നിട്ടുള്ള ചിലതൊക്കെ എൻ്റെ ആൽബത്തിൽ ഇവിടെ ഉള്ള ഫോട്ടോസാണ്. അപ്പോൾ അത് കാരണം ഇത് കണ്ടപ്പം എൻ്റെ കുഞ്ചാലുമൂടുള്ള വീട്, ആ വലിയ മുറ്റം, ആ വരാന്ത, ഈ വരാന്ത അത് ഈ ഫോട്ടോയിൽ കാണുന്നില്ല. രണ്ട് സൈഡിൽ രണ്ട് വലിയ സിംഹം ഇരിപ്പുണ്ട് ഇങ്ങനെ വളരെ ഗൗരവത്തിൽ. അപ്പോൾ പലരും അന്നവിടെ വന്ന് കയറുമ്പം കളിയാക്കുമായിരുന്നു, ഇത് ആരാണ് ഈ രണ്ട് സിംഹം? ഞങ്ങൾ വിചാരിച്ചു ഒന്ന് മതിയായിരുന്നു അച്ഛനെന്നല്ല, പിന്നെ വേറെ രണ്ടെണ്ണം വളർന്ന് വരുന്നുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള തമാശ കലർന്ന കമൻസ് കേട്ടിട്ടുണ്ട്. ഏതായാലും അക്കാലത്തെ ഒരു ഫോട്ടോയാണ് ഇത്. ഇപ്പം ഞാൻ അടുത്തത് എന്താണെന്ന് നോക്കട്ടെ. ഇതും അത് തന്നെയാണ്. ഞങ്ങളുടെ വീട്ടിൽ ആ പുറകിലത്തെ അലമാരി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ലോ ബുക്സാണ് ഇരിക്കുന്നത്. ഒരു വലിയ ലൈബ്രറി ഉണ്ട്. അതൊരു ഹാള് പോലത്തെ മുറിയാണ്. അതിനകത്തെ ഒരു സൈഡിലെ അലമാരിയിലെല്ലാം സുപ്രീം കോർട്ട് കേസസ് അത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ലോ ബുക്സ് ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വലത്തോട്ട് തിരിഞ്ഞ് ഇങ്ങേ സൈഡിൽ വന്ന് ഇങ്ങനെയൊക്കെ പോകുന്നിടത്ത് ഒരുപാട് പ്രശസ്തരായ എഴുത്തുകാരുടെ നോവലുകൾ, ഹാറ്റ്ലി ചേസ് മാത്രം ഒരു കളക്ഷൻ. അപ്പോൾ ആ റൂമിൽ ആ ബുക്കിലെല്ലാം അദ്ദേഹം ഗോൾഡൻ ലെറ്റേഴ്സിൽ പി സുകുമാരൻ എന്ന് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം വക്കീലായതിനു ശേഷം ഇത് വാങ്ങിച്ചൊരു കളക്ഷനാണ്. പിന്നെ ആ ഒരു ബുക്ക് ഷെൽഫിൻ്റെ മുമ്പിൽ നിന്ന് എടുത്തതാണ് അതും നിങ്ങൾക്ക് കണ്ടാലറിയാം ഇന്ദ്രൻ്റെയും രാജുവിൻ്റെയൊക്കെ ഒരു സൈസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഈ മഹാന്മാരാണ് ഇപ്പോൾ കിടന്നങ്ങനെ നല്ല അല്ലേ അടിച്ചു പൊളിച്ച് നടക്കുന്നത്. ഏതായാലും അതൊരു കാലം. അത് ഞാൻ, എൻ്റെ സുഖേട്ടൻ, എൻ്റെ രണ്ട് കൊച്ചുമക്കൾ. ഇപ്പം ഈ കൊച്ചുമക്കളായി. അപ്പോൾ അതുകൊണ്ട് ഈ ഫോട്ടോ എനിക്ക് കാണുമ്പോൾ ഒരുപാട് ഓർമ്മകൾ വരുമെങ്കിലും അത്രയും ഓർമ്മ എൻ്റെ മക്കൾക്ക് വരുമെന്ന് എനിക്കറിയില്ല. കാരണം അവർക്ക് അത്ര ഓർമ്മ കാണത്തില്ല. അച്ഛനും അമ്മയായിട്ട് ജീവിച്ച കാലങ്ങൾ അല്ലെങ്കിൽ അച്ഛനും അമ്മയായിട്ട് അടിച്ചു പൊളിച്ച ദിവസങ്ങൾ എന്നുള്ള ലിസ്റ്റിൽ വരുമെന്നല്ലാതെ ഞങ്ങളുടെ ദിനചര്യകളോ ജീവിത രീതിയോ മക്കൾ വീട്ടിൽ വരുമ്പോഴുള്ള സന്തോഷമൊക്കെ പറയണമെങ്കിൽ ഞങ്ങൾ തന്നെ വേണമായിരുന്നു. ഒന്നില്ലേ സുഖേട്ടൻ അല്ലെങ്കിൽ ഞാൻ. ഇപ്പോൾ നിർഭാഗ്യവശാൽ അദ്ദേഹം ഇല്ല പറയാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ ഫോട്ടോയൊക്കെ കാണുമ്പം അദ്ദേഹവും ചേർന്നുള്ള ദിവസങ്ങളെക്കുറിച്ച് എനിക്ക് ഒരുപാട് ഓർമ്മകൾ വരുന്നതും അതിൽ ചിലതൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതും. അടുത്തത് ഏതാ നോക്കട്ടെ. ഇത് സുഖേട്ടൻ പോയതിന് ശേഷമുള്ളൊരു ഫോട്ടോയാണ്. ഈ ഫോട്ടോ എന്ന് പറയുന്നത് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് താമസമായി ആദ്യം കുറേ കാലം ഞാൻ പറഞ്ഞല്ലോ കുഞ്ചാലുമൂടുള്ളൊരു വീട്ടിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മരണശേഷം ഞങ്ങൾ വേറെ ഒരു വീട്ടിലേക്ക് വന്നു. കാരണം എനിക്ക് അവിടെ എന്തോ ഒരു മാനസികമായിട്ട് വീട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. കുറേ കാലം ഒന്നും ചെയ്യാതെ ഇട്ടിരുന്നു. പിന്നെ വാടകയ്ക്ക് ഒരു സ്കൂൾ പോലത്തെ ഒരു സ്ഥാപനത്തിന്, സ്കൂളിലല്ല, രാജീവ് ഗാന്ധി ബയോടെക്നോളജിയുടെ ഒരു ഓഫീസായിരുന്നു, അവർക്ക് വാടകയ്ക്കൊക്കെ കൊടുത്ത് എൻ്റെ സഹോദരനൊരു വീടുണ്ടായിരുന്നു വഴുതയ്ക്കാട്. ഞങ്ങൾ അങ്ങോട്ട് മാറി. ആ സമയത്ത് രാജു ആദ്യമായിട്ട് ഓസ്ട്രേലിയയിൽ പോയിട്ട് അവധിക്ക് വന്നപ്പോൾ എടുത്ത ഫോട്ടോയാണ് ഇത്. അപ്പോഴത്തേക്ക് ഇന്ദ്രൻ ഏതാണ്ട് എൻജിനീയറിങ് ഫൈനൽ ഇയറൊക്കെ ആയി. കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ടെക്നോളജി, എൻ്റെ കമ്പ്യൂട്ടർ സയൻസ് ആ ഒരു ഇത് കഴിഞ്ഞിട്ട് ഫൈനൽ ഇയർ എത്തി. രാജു ആദ്യത്തെ വെക്കേഷന് വരുന്നു. അപ്പോൾ അന്ന് ഈ പറഞ്ഞതുപോലെ ആ സമയത്ത് വെക്കേഷൻ വന്നതിന് ശേഷമാണ് ഞാൻ ഈ പെയ്തൊഴിയാതെ എന്ന് പറഞ്ഞ സീരിയൽ അഭിനയിക്കാൻ. അപ്പോഴായിരുന്നു ചർച്ച, പോകണോ വേണ്ടേ പോകണ്ട. കാരണം അതുവരെ ഞാനും എൻ്റെ അമ്മയുമായിട്ട് ഒരുപാട് കാര്യങ്ങളിങ്ങനെ ചർച്ച ചെയ്യുക, എന്ത് പറ്റി നമുക്ക് ഈശ്വര എന്നൊക്കെ വിചാരിക്കുക. അപ്പോൾ പിന്നെ ഞാൻ തന്നെ വിചാരിക്കും ഓരോരുത്തർക്ക് ജീവിതത്തിൽ ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്ത് നടക്കണമെന്ന്. അതൊക്കെ ഒരു ഈശ്വരൻ്റെ നിശ്ചയമാണ് അല്ലെങ്കിൽ കൽപ്പനകളാണ്. അത് ആ സമയത്ത് നടക്കും. അതുമാത്രം തടുക്കാൻ ഇവിടുത്തെ ഒരു സമരമോ മുദ്രാവാക്യമോ ഒന്നും പറ്റത്തില്ല. ആ നേരമാകുമ്പോൾ അദ്ദേഹം വരും.
വിളിച്ചുകൊണ്ട് പോകും അല്ലേ. അപ്പോൾ ഞാനിങ്ങനെ പറയാം അമ്മയായിട്ട്. അപ്പോൾ അമ്മ പറയാം സാരമില്ല, പക്ഷേ നീ അതിങ്ങനെ എപ്പോഴും എപ്പോഴും പറയാതെ കുഞ്ഞുങ്ങൾക്കൊരു ശക്തിയായിട്ട് നിൽക്കണം എന്ന് എൻ്റെ അമ്മയും മരിക്കുന്നിടം വരെ പറയായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വഴുതക്കാട് ഞങ്ങൾ താമസിച്ച എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ ഒരു റൂമിലിരുന്നെടുത്ത ഫോട്ടോയാണ്. അദ്ദേഹം അമേരിക്കയിലെ വളരെ പ്രശസ്തനായ ക്യാൻസറിൻ്റെ ഡോക്ടറാണ്. അമേരിക്കക്കാർക്ക് മാത്രമല്ല, കൂടുതൽ കേരളത്തിലുള്ളവർക്ക് അദ്ദേഹത്തിനെ നന്നായിട്ടറിയാം. കാരണം ഒരു പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിൽ 10-30 വർഷത്തിൽ കൂടുതൽ 10-35 വർഷമായിട്ട് അമേരിക്കയിൽ കഴിയുന്ന ഒരു മലയാളി ഇത്രയും നല്ല മലയാളത്തിൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. കാരണം എവിടെയെങ്കിലുമൊക്കെ അറിയാതെ ഇംഗ്ലീഷ് വാചകങ്ങൾ വരും. അത് ഈ ഡോക്ടർ MV പിള്ള എന്ന് പറയുന്ന എൻ്റെ സഹോദരന് എന്താണ് ദൈവം കൊടുത്തിരിക്കുന്ന കഴിവെന്നുള്ളത് ഈശ്വരന് മാത്രം അറിയാം. ഇന്നും അദ്ദേഹം മഹാകവികളുടെയൊക്കെ കവിതകളുടെ ഈ 2 വരികളൊക്കെ കൂട്ടി ചെയ്ത് പഴയ കഥകളൊക്കെ ഉദാഹരണങ്ങളാക്കി പറഞ്ഞ് സംസാരിക്കുന്നത് കേട്ടാൽ അയ്യോ, ഒരു മലയാളം ലൈബ്രറി എങ്ങനെ ഉപയോഗിച്ചു അദ്ദേഹം എന്നുള്ളതെന്ന് ആരും പറഞ്ഞുതരാതെ നമുക്ക് മനസ്സിലാവും. അത്രയും ആ ഭാഷയുമായിട്ട്. അതാണ് ഈ അടുത്ത കാലത്ത് പാവം ഞാൻ MT വാസുദേവൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണസമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു. വാസുദേവൻ എപ്പോഴും പറയും MV പിള്ളയുടെ ഒരു മലയാള ഭാഷാ പാണ്ഡിത്യം എന്ന് പറയുന്നത് ഇത്രയൊക്കെ വെളിയിൽ പോയി ജോലി ചെയ്ത് മറ്റൊരാൾ കൊണ്ടുപോകുന്ന എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയിൽ പോയി ചേട്ടൻ്റെ പ്രസംഗമൊക്കെ കേട്ടിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഈ തുഞ്ചൻ പറമ്പിലും അവിടെ ഇവിടെയും കോഴിക്കോട്ടും ഒക്കെ ആയിട്ട് പല വേദികളിൽ അവരൊന്നിച്ച് ഇരുന്നിട്ടുമുണ്ട്. അപ്പോൾ ഏതായാലും അങ്ങനെ സുഖമായിട്ടില്ലാതെ മക്കൾ കോളേജ് കുമാരന്മാരായതിന് ശേഷം എടുത്ത ഒരു ഏതാനും ഫോട്ടോകളിലെ ഒരു പ്രധാനപ്പെട്ട ഫോട്ടോയാണ് ഇത്. ഈ ഫോട്ടോ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം അല്ലേ. മല്ലിക ചേച്ചി ഇങ്ങനെ ഇവിടെ കുങ്കുമമൊക്കെ ഇട്ട് കണ്ണാടിയൊക്കെ വെച്ച് വേറെ ഒരു ലുക്കാണ്. ഇതെന്താ സംഭവം എന്നറിയാമോ? ഇതാണ് നിങ്ങളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെട്ട ഏതാണ്ട് 500 എപ്പിസോഡുകൾ പോയ ഇന്ദുമുഖി ചന്ദ്രമതി എന്ന് പറയുന്ന സീരിയലിലെ ചന്ദ്രമതി കൊച്ചമ്മയാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞതുപോലെ നമുക്ക് വിവാഹിതയായ ചന്ദ്രമതി കൊച്ചമ്മ കുങ്കുമമൊക്കെ ഇട്ട് മരുമകളുമായിട്ട് നിങ്ങൾക്ക് കണ്ടവർക്കൊക്കെ ഇപ്പോഴും അത് രാത്രി 10 മണിക്കോ 10:30 കണ്ട് 3-ാമത്തെ 4-ാമത്തെ പ്രാവശ്യം കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കണ്ടവർക്ക് ഓർമ്മ കാണും. ചന്ദ്രമതി കൊച്ചമ്മ ചില്ലറപ്പെട്ട ആളൊന്നുമല്ല. മോള് സ്കൂട്ടർ ഓടിച്ചാൽ കൊച്ചമ്മയ്ക്കും സ്കൂട്ടർ ഓടിക്കണം, മോള് ഓട്ടത്തിന് പോയാൽ കൊച്ചമ്മയ്ക്കും പോകണം. ഓടി വീണാലും ശരി, സ്കൂട്ടറിൽ നിന്ന് പറഞ്ഞ് വീണാലും ശരി. അത് ഒരുപാട് പ്രശംസ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് തന്നെ. പലയിടത്തും ഇതിൻ്റെ പേരിൽ ഞാനും മഞ്ജു പിള്ളയും കൂടെ സ്വീകരണത്തിന് പോയിട്ടുണ്ട്. ബോംബെ പോയി വാശിയിൽ അദ്ദേഹം മധുനാഥൻ സാർ എന്ന് പറയുന്നത് അദ്ദേഹം വന്ന് വലിയ സ്വീകരണമൊക്കെ ഞങ്ങൾക്ക് തന്നു. അത് കഴിഞ്ഞപ്പം ഇന്ദുമുഖിയും ചന്ദ്രമതി കൊച്ചമ്മയും കൂടെ ദുബായിൽ വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പരിപാടി ദുബായിൽ ഏവം വിധേന ചന്ദ്രമതി കൊച്ചമ്മയ്ക്ക് ഒരുപാട് വിചാരിച്ചതിലപ്പുറത്തൊരു സീരിയൽ അഭിനയിച്ചതിന് കിട്ടിയ അംഗീകാരം എന്ന് പറഞ്ഞത് നേടിത്തന്ന ഒരു സീരിയലും കൂടെയായിരുന്നു ഇന്ദുമുഖി ചന്ദ്രമതി. ആ സമയത്ത് ആ സെറ്റിലെടുത്ത ഒരു ഫോട്ടോയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതൊരു തികച്ചും വ്യക്തിപരമായ ഫോട്ടോ, ഞാനും എൻ്റെ സുഹൃത്തിനും. ഇതിൻ്റെ ക്യാപ്ഷൻ ഞാൻ കണ്ടിരുന്നു, സിനിമയിലല്ല എന്നാണ്. ഇത് ഞങ്ങളുടെ ഇങ്ങനെയുള്ള ഫോട്ടോകൾ കൂടുതലും എടുത്തിരിക്കുന്നത് 2 പേരാണ്. ഒന്ന് നാനേല മാഗസീനിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കൊല്ലം മോഹൻ, നിങ്ങൾക്കെല്ലാം അറിയാം. പിന്നെ കോട്ടയത്തുള്ള കൃഷ്ണൻകുട്ടി ചേട്ടൻ. അപ്പോൾ ഇവർ 2 പേരുമാണ് ഇങ്ങനത്തെ നമ്മൾ അറിയാതെ പോലും വളരെ അവിചാരിതമായിട്ട് ഇങ്ങനെ ചില നല്ല ഫോട്ടോകൾ എടുക്കും. കുറേ കഴിയുമ്പം നമുക്ക് കൊണ്ടുതരും ഈ ഫോട്ടോ. അപ്പോഴാണ് നമ്മൾ അയ്യോ ഇതെപ്പെടുത്തി കേട്ടാന്ന് ചോദിക്കും. നമുക്ക് വലിയ അങ്ങനെ ഈ അടുത്ത കാലത്ത് ഈ ഫോട്ടോ എൻ്റെ ആൽബത്തിൽ ഇരുന്നത് വാലൻറ്റൈൻസ് ഡേക്ക് ഇന്ദ്രനും പൃഥ്വി എടുത്തിട്ടിട്ട് ഒരു കമൻറ്റും ഒക്കെ ആയിട്ട് താഴെ രാജു പോസ്റ്റ് ചെയ്തിരുന്നത്, പൃഥ്വിരാജ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി സംസാരിക്കുന്നത് ഇതുപോലെ ആരും ഇല്ലാത്തപ്പോഴേ ഉള്ളൂ സുകുമാരൻ സാറ്. മറ്റേത് ചായ കൊണ്ടുപോകാമെന്ന് പറയുന്നതും എവിടെ പോകാമെന്ന് ചോദിക്കുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്ഥിരം സ്ഥായിയായ ഭാവം ഗൗരവമാണ്. ചായ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് കേട്ടാലേ അങ്ങനെ അദ്ദേഹത്തിൻ്റെ സംസാരം. അത് സ്നേഹക്കുറവിൻ്റെ കൊണ്ടല്ല, അത് അദ്ദേഹം അങ്ങനത്തെ ഒരു രീതിയാണ് അദ്ദേഹം അവലംബിച്ചിരിക്കുന്നതും. അത് വേറെ കൊണ്ടല്ല. അത് എന്താണ്, ഇപ്പോൾ എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞുങ്ങൾ, അപ്പോൾ അതങ്ങനെ അങ്ങ് പൊക്കോട്ടെ എന്നുള്ള ഒരു രീതിയിൽ നല്ലാതെ. പക്ഷേ ഇതൊക്കെ ചില സ്ഥലത്ത് ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും പറയാനുള്ള, അപ്പോൾ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് വളരെ രഹസ്യമായിട്ടൊക്കെ എൻ്റെ അടുത്ത് പറയും. അങ്ങനെ എന്തോ ഒരു കാര്യം പറയുമ്പോഴാണ് ഈ ഫോട്ടോ ക്ലിക്ക് ചെയ്തത്. പക്ഷേ ഈ ഫോട്ടോ അന്ന് തന്നെ സിനിമയിലല്ല എന്നും പറഞ്ഞ് നാനയിൽ, അപ്പോൾ എനിക്കൊന്ന് മോഹൻ ചേട്ടൻ്റെ അടുത്തായിരിക്കും വന്നിരുന്നു.
ഒരുപാട് കാലം പിന്നെ ഈ ഫോട്ടോ പലരുടെയും കയ്യിൽ ചെന്നെത്തി. ഇപ്പോഴും ഈ ഫോട്ടോ ചില സമയത്ത് സുഖേട്ടൻ്റെയും എൻ്റെയും കൂടെ കാര്യങ്ങൾ എഴുതുമ്പോൾ പലരും പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഈ ഫോട്ടോ എനിക്ക് ഒരുപാട് എൻ്റെ മനസ്സിൽ പ്രിയപ്പെട്ട ഒരു ഫോട്ടോ ആണ്. കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടെ കുട്ടികളൊക്കെ ആവുന്നതിന് മുമ്പ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതിന് ശേഷം, എന്നാൽ കല്യാണം കഴിഞ്ഞുമില്ല, അതൊക്കെ ഇപ്പം എൻ്റെ തിരിച്ച് വീട്ടിൽ വന്നിട്ടായിരുന്നല്ലോ, എൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ ആ കാലത്തുള്ള ഒരു ഫോട്ടോയാണ് ഇത്. ഞാൻ പറയാതറിയാം, ഒരുപാട് മധുരസ്മരണകൾ എനിക്ക് തരുന്ന ഒരു ഫോട്ടോ. ഈ ഫോട്ടോ ഇതിനകത്ത് സുഖേട്ടൻ ഒരുമാതിരി മുട്ട അടിച്ചു, പക്ഷേ കുറേശ്ശെ മുടി കിളിച്ച് വന്നു തുടങ്ങിയത് ജോഷി സാറിൻ്റെ ന്യായവിധി എന്നൊരു സിനിമ വന്നു. അത് കണ്ടിട്ടുള്ളവർക്ക് ഓർമ്മ കാണും. അത് കംപ്ലീറ്റ് മുട്ടയാണ്. അദ്ദേഹം ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് മുടിയെല്ലാം വടിച്ചേച്ച് 3-4 പട്ടികളെയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു വലിയൊരു ഊട്ടി താമസിക്കുന്ന ഒരു കാശുകാരൻ. അപ്പോൾ ആ പടത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്ന സമയത്താണ് ഈ ഫോട്ടോ എടുക്കുന്നത്. മുടിയൊക്കെ ഒന്ന് കിളിച്ച് വരുന്നതേ ഉള്ളൂ. അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഷേവ് ചെയ്ത് കളഞ്ഞു വന്ന മുടിയൊക്കെ. അത് ആ സമയത്തുള്ള ഒരു ഫോട്ടോ ആണ്. ഇതെനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തെ ഞാൻ ഈ പറഞ്ഞതുപോലെ കുഞ്ചാലമൂട്ടിലുള്ള വീട്ടിൽ വെച്ചെടുത്ത ഫോട്ടോയാണതും. ഇന്ദ്രനുണ്ട്, രാജുവുണ്ട്, കുറച്ചുകൂടെ കുട്ടികളാണ് തോന്നുന്നു. ഇന്ദ്രനെ കൂടി പോയാൽ എനിക്ക് തോന്നുന്നു നല്ല ഒരു 5-6 വയസ്സേ വരത്തുള്ളൂ. ഇദ്ദേഹത്തിനും അതെ ഒരു 2-3 വയസ്സിനകത്തേ ഉള്ളൂ. അപ്പോൾ ഉള്ളൊരു ഫോട്ടോയാണിത്. ഞാനും സുഖേട്ടനും. രാജുവിൻ്റെ മുഖം കണ്ടില്ലേ, അച്ഛൻ്റെ അതേ ഗൗരവം മുഖത്തിന്. മറ്റവൻ എൻ്റെ കൂട്ട് ഒരു ചെറിയ ചിരിയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഏതായാലും ഇത്രയും ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. വളരെ സന്തോഷം. ഇനിയും കാണാം.